പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ജൂലൈ 4-ാം തീയതി പ്രത്യക്ഷ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി പോലും പണി ചെയ്തിട്ടും ഓവർ ടൈം ചെയ്തിട്ടും കുടുംബം പോറ്റാൻ പറ്റാതെ കടങ്ങളിൽ വിഷമിക്കുന്നവരെ പണിയോട് പണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ജീവിതം എന്ന് തോന്നുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്താൽ കടങ്ങൾ പരിഹരിക്കുമെന്നറിയാതെ നിസ്സഹായമായി നിൽക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുതിയൊരു ജീവിതം നൽകി കർത്താവെ അവിടെ വഴി പോയി തിരിച്ചു വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കാണാത്ത കാലം കെട്ടപ്പെട്ട് കിടക്കുന്നവരെ, മേൽഗതിക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, അവർ ചുറ്റിത്തിരിയുന്ന ആ വിഷ്യ സർക്കിളിൽ നിന്ന്, വിഷമവൃത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തങ്ങളുടെ ജീവിതം അവസാനിച്ചു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, പോയി മരിക്കട്ടെ, പോയി തൊലയട്ടെ എന്ന് നിരാശയോടെ മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്നെ നശിപ്പിച്ചുകൊണ്ട് നിശബ്ദമായ ആത്മഹത്യയിലേക്ക് പോകുന്ന ആൾക്കാരെ കർത്താവേ, അവരെ വീണ്ടെടുക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അവർക്കെല്ലാം ഈ പ്രാർത്ഥന കൊണ്ട്, ഈ പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ജീവിതത്തിലൂടെ ലഭിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ രോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളുടെ ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വളർച്ച മുട്ടിപ്പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, ഗർഭാശയത്തിൽ ക്യാൻസർ ഉള്ളവർ, ഉദരാശയ ക്യാൻസർ, ആമാശയ ക്യാൻസർ, കുടലിൻ്റെ കുരുക്ക്, അൾസർ, അരിസസ് രോഗങ്ങൾ, ആന്തരിക രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ കർത്താവ് സിസ്റ്റുള്ളവർ, ബ്രെയിൻ ഹെമറേജ് സംഭവിച്ചവർ, ഹൃദയത്തിന് കർത്താവ് സ്റ്റോപ്പ് വന്നതെന്ന്, അവർക്ക് ഹൃദയത്തിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നവർ, ഹൃദയത്തിന് ഒരു അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജീവിതം തന്നെ മറിഞ്ഞു പോയെന്ന് വിചാരിച്ചതിന് വിഷമത്തിലിരിക്കുന്നവർ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവരെ ആരോഗ്യം വീണ്ടെടുത്തതായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർ, യാത്ര ചെയ്യുന്നതിന് പോലും ഇനി മനസ്സില്ല, പേടിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ സമൂഹത്തെ പേടി, ലോകത്തെ പേടി, പോലീസിനെ പേടി, വക്കീലിനെ പേടി, അങ്ങനെ കുറേ മനുഷ്യന്മാരെ പേടിച്ച് ജീവിക്കുന്നവരെ കർത്താവെ, അവരെല്ലാം ശാശ്വതം പ്രാർത്ഥിക്കുന്നു. ഒരു കൊലപാതകവും മരണവും സംഭവിച്ചതിൻ്റെ പേരിൽ പിന്നീട് പല വർഷം കഴിഞ്ഞിട്ട് പോലും ആ കുടുംബത്തിന് ഗതി കിട്ടാതെ നിൽക്കുന്ന ഇരുണ്ടുപോയ കുടുംബങ്ങൾ, ഇരുണ്ടുപോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ തിരുസേന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന, മരണത്തെ ജയിച്ചവൻ്റെ പ്രാർത്ഥന, ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രാർത്ഥന, അത് പ്രാപിക്കുന്ന മക്കൾ കർത്താവെ ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവരെ, ജീവിതമാർഗ്ഗം എന്തെന്നറിയാത്തവർ, പഠനം മുട്ടിപ്പോയവർ, എന്ത് പഠിക്കണമെന്ന് അറിയാത്തവർ, എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാത്തവർ, അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശോയുടെ നാമത്തിൽ വീണ്ടെടുക്കപ്പെടട്ടെ. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ അതാത് ദിവസങ്ങളിലുള്ള ഒരു ഹ്രസ്വ സൂത്രവാക്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തെ മേൽഗതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡെയിലി ബ്രെഡിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ബൈബിള് മൊത്തം നോക്കുമ്പോൾ ബൈബിളിനെ വിളിക്കുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ബൈബിള് തന്നെ ഒരു ഉടമ്പടി പുസ്തകമാണ്. 2 രാജാക്കന്മാർ 23:3 എഴുതുക. സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ എന്ന് പറയണില്ല അവര്, കർത്താവിൻ്റെ പുസ്തകം എന്ന് പറയണില്ല, വചനഗ്രന്ഥം എന്ന് പറയണില്ല, മറിച്ച് ഉടമ്പടി ഗ്രന്ഥം എന്നാണ് വിളിക്കുന്നത് ബൈബിളിന്. അതെ, ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നു കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. അത്രേ ഉള്ളൂ. ഉടമ്പടി അത്രേ ഉള്ളൂ. എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആ ക്യാപിറ്റൽ വേർഷനിൽ നിന്നാണ് മരിയൻ ഉടമ്പടി ശാഖ എടുത്തിരിക്കുന്നത്. നമ്മളെന്താണ് അമ്മ പറയണത് എന്താണ്? ഇല്ലായ്മകൾ പരിഹരിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുക, കർത്താവിൻ്റെ കൽപ്പന പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഓരോരോ പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ അത് നമ്മൾ പരിഹരിച്ചും അനുവർത്തിച്ചും പോകും. ബൈബിൾ എന്താണ്? ഉടമ്പടി പുസ്തകമാണ്. പുറപ്പാട് 24:7-8 എടുത്തേ.
അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് അവിടെ കണ്ട പുറപ്പാട് 24 പറയണത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. ബൈബിൾ എന്നല്ല പറയണത്, ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയണത്. കാര്യം ഈ ബൈബിളിൽ മൊത്തം ഉടമ്പടിയുടെ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണത്? ഈ പ്രവാചകന്മാർ വന്നതും പോയതും എല്ലാം എന്തിനാണ്? ജനങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ? ഉടമ്പടി പാലിക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എന്തൊക്കെ വേണം? ഉടമ്പടി 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഫെയ്ത്ത്ഫുൾനെസ് വേണം, ദൈവത്തോട് വിശ്വസ്തത വേണം, പിന്നെ എന്ത് വേണം? ഒബീഡിയൻസ് വേണം, അനുസരണ വേണം. അപ്പം വിശ്വസ്തത, അനുസരണ, പിന്നെ എന്താ വേണ്ടത്? അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ബന്ധം. ഇത്രയും കാര്യങ്ങൾ ഉടമ്പടി കാതൽ. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് വേണം, ഒബീഡിയൻസ് വേണം, റിലേഷൻഷിപ്പ് വേണം. അതായത് വിശ്വസ്തത വേണം, അനുസരണ വേണം, അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധം വേണം. അതിന് ആണ് നമ്മൾ ഉടമ്പടിയുടെ ഓരോ ഫോർമുല നമ്മൾ അത് ആക്ടിവേഷൻ പ്രിൻസിപ്പിളിൽ നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ഉടമ്പടിയിൽ, ആ ബൈബിളിലൂടെ ഉപ്പ് ഉള്ളതാ, ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. അതിന് വിശ്വാസ പ്രയോഗമെന്ന് പറയും. വിശ്വാസം തന്നെ വിശ്വാസികൾ പ്രാർത്ഥിക്കാം, വിശ്വാസം പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് അതുകൊണ്ടാണ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കുക വേണം ഉടമ്പടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം വിശ്വാസത്തെ പ്രഖ്യാപിക്കണത് ആ പ്രയോഗത്തിലൂടെ നടക്കുന്നത് പ്രഖ്യാപനമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങൾ ആത്മീയ ബൈബിൾ ശാസ്ത്രപ്രകാരം ചെയ്യാൻ വേണ്ടി. ഇപ്പം ഉദാഹരണം ബൈബിളെല്ലാം അങ്ങനെ ഇതെല്ലാം നോട്ട് ബൈ മേട്ടിൽ നടക്കേണ്ടതാണ്. ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാന സൂത്രവാക്യം, രക്ഷയുടെ സൂത്രവാക്യം എന്താ? രക്ഷ മനുഷ്യരാശി പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദൈവം ഉടമ്പടി കൊണ്ടുവന്നത്. അപ്പോൾ രക്ഷയുടെ അടിസ്ഥാന സൂത്രവാക്യം എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എഫെസ്യർ 2:8 നിൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന്. അപ്പം ഈ എൻ്റെ കൃപയെന്നുള്ള വിഷയം നമ്മുടെ കഴിവ് 0 മാറുമ്പോഴും അപ്രസ്തുതമാകുമ്പോഴും അത് അപര്യാപ്തം, കഴിവുകൾ അപര്യാപ്തമായി വരുമ്പോഴാണ് ശരിക്കും ഉടമ്പടി ആവശ്യമായി വരണത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.